UAE നിവാസികൾക്ക് കനത്ത തിരിച്ചടി. ഇങ്ങനെയുണ്ട് ഒരു വാടക കൂട്ടൽ. കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ച് അബുദാബിയിലെ ഫ്ളാറ്റ് വാടക കുതിച്ചുയരുകയാണ്. 5 മുതൽ 25% വരെ വാടക വർദ്ധിപ്പിച്ച കെട്ടിട ഉടമകൾ ഒരു ഭാഗത്ത്, ശമ്പളം കൂടാതെ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന പ്രവാസി കുടുംബങ്ങൾ മറുഭാഗത്ത്. മലയാളികളെ സാരമായി ബാധിക്കുന്ന ഈ വാടക പ്രതിസന്ധിക്ക് കാരണം എന്താണ്? നമുക്ക് നോക്കാം. UAE നിവാസികൾക്ക് കനത്ത തിരിച്ചടിയായി അബുദാബിയിലെ ഫ്ളാറ്റ് വാടക വർധനവ്. ഇത്തരം മേഖലകളിലെ വളർച്ച, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, കൂടാതെ ഇത്തിഹാർ റെയിൽ പോലുള്ള വൻകിട പദ്ധതികൾ എന്നിവ മുൻനിർത്തി കെട്ടിട ഉടമകൾ വാടക കുത്തനെ ഉയർത്തുകയാണ്. പലയിടത്തും 5% മുതൽ 25% വരെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാടക കരാർ പുതുക്കുന്നതോടെ പുതിയ നിരക്ക് പ്രാബല്യത്തിലാകും. കൂടിയ വാടക നൽകാൻ വിസമ്മതിക്കുന്നവരോട് ഫ്ളാറ്റ് ഒഴിയാനാണ് നിർദ്ദേശം. പുതിയതായി ഫ്ളാറ്റ് എടുക്കുന്നവർക്ക് കൂടിയ തുകയ്ക്ക് നൽകാനാണ് കെട്ടിട ഉടമ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റ് ഒഴിഞ്ഞ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറാമെന്ന് വെച്ചാൽ നിലവിലുള്ളതിനേക്കാൾ കൂടിയ തുക നൽകേണ്ട അവസ്ഥയാണ്. വാടക സ്ഥലങ്ങളിൽ തുടരാനോ മാറാനോ സാധിക്കാത്ത വിധം മാനസിക പിരിമുറുക്കത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ. നഗരമധ്യത്തിലും അബുദാബിയുടെ മറ്റു പ്രദേശങ്ങളിലും വാടക കൂട്ടിയിട്ടുണ്ട്. ഒരു ഫ്ളാറ്റിൽ ഒന്നിലേറെ കുടുംബങ്ങൾ താമസിക്കുന്നതിനെതിരെ നിയമം കർശനമാക്കിയതോടെ ഫ്ളാറ്റുകൾക്കും വില്ലകൾക്കും ആവശ്യക്കാർ ഏറിയതും വാടക വർധനവിന് ഒരു കാരണമായിട്ടുണ്ട്. തുടർച്ചയായി 4ാം വർഷവും വാടക കൂടിയത് ഇടത്തരം കുടുംബങ്ങളെ വെട്ടിലാക്കി. അടിക്കടി ഉയരുന്ന ജീവിത ചെലവും കൂടിയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് പല പ്രവാസികളും. വാടക, സ്കൂൾ ഫീസ്, ഇൻഷുറൻസ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില തുടങ്ങി ജീവിത ചെലവ് സകല മേഖലകളിലും ഉയരുമ്പോഴും ശമ്പളത്തിൽ വർഷങ്ങളായി മാറ്റമില്ലാത്തതാണ് ഇടത്തരം കുടുംബങ്ങളെ ഏറ്റവും അധികം കൂടുതൽ വലയ്ക്കുന്നത്. നഗരമധ്യത്തിൽ മാത്രമല്ല, മുസഫ, ഷാബിയ പോലുള്ള മലയാളി താമസ കേന്ദ്രങ്ങളിലും വാടക ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 50,000 ദിർഹം ഉണ്ടായിരുന്ന 2 കിടപ്പുമുറി ഫ്ളാറ്റിന്റെ വാടക ഒറ്റയടിക്ക് 60,000 ദിർഹമായി ഉയർത്തി. അതായത് ഏകദേശം 20% വർധനവ്. നേരത്തെ 45,000 ദിർഹം കിട്ടിയിരുന്ന പഴയ ഫ്ളാറ്റുകളുടെ വാടക 55,000 ദിർഹത്തിലേക്കാക്കി. സ്പ്ലിറ്റ് AC ഫ്ളാറ്റുകൾക്ക് 40,000 ദിർഹത്തിൽ നിന്ന് 50,000 ദിർഹമാക്കി. ഒരു ശരാശരി പ്രവാസി കുടുംബത്തിന് അബുദാബിയിൽ പ്രതിമാസം ഏകദേശം ഒരു 12,000 ദിർഹം ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ 5,000 ദിർഹം വാടകയ്ക്കും 2,000 ദിർഹം സ്കൂൾ ഫീസിനും വേണ്ടി വരും. വ്യക്തിഗത മൊബൈൽ കണക്ഷൻ ഉള്ളവർക്ക് ആ ഇനത്തിലും ഏകദേശം 500 ദിർഹം മാറ്റിവെക്കണം. ഇടത്തരം കുടുംബങ്ങൾക്ക് ശരാശരി മാസവാടക 5,000 ദിർഹം, 2 മക്കളുടെ സ്കൂൾ ഫീസ് 2,000 ദിർഹം, ഭക്ഷണ സാധനങ്ങൾക്കും മറ്റും ചെലവുകൾക്കുമായി 3,000 ദിർഹം. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി 12,000 ദിർഹത്തോളം ചെലവ് വരും. ഭൂരിഭാഗം കുടുംബങ്ങളും 2-3 ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ കെട്ടിടങ്ങളിൽ മാസത്തിൽ ജലവൈദ്യുത ബില്ലും മുനിസിപ്പാലിറ്റി ഭവന ടാക്സും ചേർത്ത് 1,000-ലേറെ ദിർഹം വേറെയും വേണം. വാടക വർധനവിന് പുറമെ വാർഷിക രജിസ്ട്രേഷൻ ഫീസ് 800 ദിർഹമായി ഉയർത്തുകയും പെയ്ഡ് പാർക്കിംഗ് സംവിധാനങ്ങൾ വരാനിരിക്കുന്നതുമൊക്കെ പ്രവാസികളുടെ സാമ്പത്തിക ഭാരം കൂട്ടും. വിദൂര പ്രദേശങ്ങളിൽ പോയി താമസിക്കാമെന്ന് വെച്ചാൽ വാഹന സൗകര്യം ഇല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാകും. സ്കൂളിലേക്കുള്ള കുട്ടികളുടെ യാത്രാ ചെലവ് ഏറും. മറ്റൊരു ഫ്ളാറ്റിലേക്ക് സാധനങ്ങളെല്ലാം മാറ്റുന്നതിനും ചെലവ് വരും. അതിനാൽ കൂടിയ വാടക നൽകി തുടരാൻ നിർബന്ധിതരാവുകയാണ് പലരും. വർദ്ധിച്ചു വരുന്ന ഈ ജീവിത ചെലവുകൾക്കിടയിൽ തങ്ങളുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പ്രവാസികൾ പാടുപെടുകയാണ്. കൂടിയ വാടക നൽകി അതേ സ്ഥലത്ത് തുടരാനോ ഉയർന്ന ചെലവിൽ മറ്റൊരിടത്തേക്ക് മാറാനോ സാധിക്കാതെ മാനസിക പിരിമുറുക്കത്തിലായ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകാൻ അധികൃതർ ഉചിതമായ ഇടപെടൽ നടത്തണം. ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ UAE-യിലെ പ്രവാസി സമൂഹം വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.